BMC Sport News. നമസ്കാരം, BMC സ്പോർട്ട് ന്യൂസിലേക്ക് സ്വാഗതം. ബഹ്റിനിലെ സാമൂഹിക സാംസ്കാരിക ജീവകാരുണ്യ സംഘടനയായ പ്രവാസി അസോസിയേഷൻ ഓഫ് അങ്കമാലി നെടുമ്പാശ്ശേരി 19ാമത് വാർഷികവും അവാർഡ് ദാന ചടങ്ങും ഫ്രണ്ട്ഷിപ്പ് ബാങ്ക്വറ്റും വിപുലമായി ആഘോഷിച്ചു. ടുബ്ലി മർമറിസ് ഹാളിൽ നടന്ന ചടങ്ങിൽ മുഖ്യ അതിഥിയായി ഇന്ത്യയുടെ പ്രമുഖ നയതന്ത്രജ്ഞനും വിവിധ രാജ്യങ്ങളിൽ അംബാസഡറുമായിരുന്ന TP ശ്രീനിവാസൻ, വിശിഷ്ടാതിഥിയായി സുപ്രീം കോടതി അഭിഭാഷക അഡ്വക്കേറ്റ് ദീപ ജോസഫ് എന്നിവർ പങ്കെടുത്തു. പാൻ ഭരണസമിതി അംഗങ്ങൾ, കോർ കമ്മിറ്റി അംഗങ്ങൾ എന്നിവരുടെ സാന്നിധ്യത്തിൽ മുഖ്യാതിഥി TP ശ്രീനിവാസൻ, വിശിഷ്ടാതിഥി അഡ്വക്കേറ്റ് ദീപ ജോസഫ് എന്നിവർ ഭദ്രദീപം കൊളുത്തി പരിപാടി ഉദ്ഘാടനം ചെയ്തു. പാൻ ബഹ്റിൻ ജനറൽ സെക്രട്ടറി ഡേവിസ് മഞ്ഞളി സ്വാഗതം ആശംസിച്ച ചടങ്ങിൽ പ്രസിഡന്റ് പോളി പറമ്പി അധ്യക്ഷത വഹിച്ചു. ഇന്ത്യൻ പ്രവാസികൾ ഇന്ത്യയുടെ വികസനത്തിന് മുതൽക്കൂട്ടാണ് എന്നും പാൻ ബഹ്റിൻ പോലുള്ള മലയാളി സംഘടനകൾ നടത്തുന്ന സാമൂഹിക ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ പ്രശംസനീയമെന്നും ലോകമെമ്പാടുമുള്ള ഇന്ത്യൻ പ്രവാസികളുടെ ഒത്തൊരുമയാണ് ഇന്ത്യയുടെ വിജയമെന്നും TP ശ്രീനിവാസൻ തന്റെ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. കേരളത്തിലുള്ള പല സ്ഥലങ്ങളിലെയും പ്രതിനിധീകരിക്കുന്ന സമാജങ്ങളും ഉണ്ടായിട്ടുണ്ട്. നാം ഇന്ന് ആഘോഷിക്കുന്ന ഈ പാൻ ബഹ്റൈൻ എന്ന സംഘടന അതിലൊന്നാണ്. ഓരോ ഭാഗത്തിൻ്റെയും ഓരോ ഡിസ്ട്രിക്റ്റിൻ്റെയും ഒക്കെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഇപ്പോൾ അസോസിയേഷൻസ് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് മുമ്പത്തേക്കാൾ അധികം സംഘടനകളുണ്ട് മലയാളികളുടേതായിട്ട്. പക്ഷേ ഇവയെല്ലാം തന്നെ പ്രവർത്തിക്കുന്നത് ഇന്ത്യക്കാരുടെ ക്ഷേമത്തിന് വേണ്ടിയാണ്. ഇന്ത്യ ഗവൺമെൻറ്റും മറ്റ് രാജ്യങ്ങളുമായുള്ള ബന്ധം ശക്തിപ്പെടുത്തുവാനുമാണ്. പാൻ ബഹ്റിൻ പോലുള്ള സംഘടനകൾ മനുഷ്യ മനസ്സുകളെ കീഴടക്കി മുന്നോട്ടു പോകട്ടെ എന്നാശംസിച്ച അഡ്വക്കേറ്റ് ദീപ ജോസഫ്, ഇനിയും പ്രവർത്തനങ്ങൾ സജീവമാക്കി സംഘടനകൾ വളരട്ടെ എന്നും പറഞ്ഞു. എന്തായാലും DMCയുടെ പ്രവർത്തനങ്ങളിൽ ഈ പാൻ ബഹ്റിൻ്റെ സജീവമായ ഒരു ഭാഗഭാഗത്യം ഉണ്ടായിരുന്നു എന്ന് ഞാനിവിടെ ഉറച്ച ശബ്ദത്തിൽ പറയുവാൻ ആഗ്രഹിക്കുകയാണ്. കാരണം ഇവിടെ അവാർഡുകൾ വരുന്നു. നമ്മൾ വീഡിയോയിൽ കണ്ടു പല സേവന പ്രവർത്തനങ്ങളും. അവർക്ക് വേണ്ടിയല്ല, മറ്റുള്ളവർക്ക് വേണ്ടി മലയെ മാറ്റി എരിഞ്ഞു തീരുന്ന ഒരു വിളക്കായി ഇവിടെ നമ്മുടെ മുമ്പിൽ അവരുടെ എളിയതും വലിയതുമായ പ്രവർത്തനങ്ങളെ കാഴ്ചവെക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മളിവിടെ കാണുന്നത്. ഞാൻ ചോദിച്ച് മനസ്സിലാക്കുകയായിരുന്നു, കേവലം 150ഓളം കുടുംബങ്ങളാണ് ഈ പാൻ ബഹ്റിൻ എന്ന് അറിയപ്പെടുന്നത്. പക്ഷേ എനിക്ക് ഏറ്റവും കൂടുതൽ ബന്ധമുള്ളത് റൈസനും ഫ്രാൻസിസ് സാറും ഒക്കെ ആയിട്ടായിരിക്കും. അപ്പോൾ അവരോട് ഞാൻ ആവശ്യപ്പെടുകയാണ്, നിങ്ങൾ ഈ അങ്കമാലി പ്രദേശത്തെ ഒന്നും കൂടെ വിപുലമാക്കി എറണാകുളം, ആലുവ സൈഡിലേക്ക് നിങ്ങൾ അവർക്ക് മാത്രമായിട്ട് നിങ്ങളുടെ പ്രവർത്തനങ്ങളെ ത്വരിതപ്പെടുത്താതെ കുറച്ചുകൂടെ വിശാലമാക്കി നിങ്ങളുടെ പ്രവർത്തനങ്ങളെ മാറ്റാൻ നിങ്ങൾ ആഗ്രഹിക്കുക, നിങ്ങളുടെ മീറ്റിങ്ങുകളിൽ തീരുമാനമെടുക്കുക. ചടങ്ങിൽ സാമൂഹിക പ്രതിബദ്ധതയുടെ ഭാഗമായി സംഘടന എല്ലാ വർഷവും നൽകി വരാറുള്ള പാൻ ബസ് സോഷ്യൽ വർക്കർ അവാർഡ് അങ്കമാലിയിൽ നിന്നുള്ള ഹീമാൻ റോബോ പാർക്ക് ഉടമസ്ഥൻ ജോസ് കേട്ടിക്ക് മുഖ്യ അതിഥികൾ ചേർന്ന് സമ്മാനിച്ചു. മുക്കന്നൂർ ജോഷ്മാൾ ഉടമ ഔസേപ്പച്ചൻ തെക്കേടത്തിന് പാൻ ബിസിനസ് എക്സലൻസ് അവാർഡും അതിഥികൾ സമ്മാനിച്ചു. കൂടാതെ ബഹ്റിനിൽ 25 വർഷം പൂർത്തിയാക്കിയ സംഘടനയിലെ മുതിർന്ന അംഗങ്ങളായ കോർ ഗ്രൂപ്പ് ചെയർമാൻ ഫ്രാൻസിസ് കൈതാരത്ത്, ജനറൽ സെക്രട്ടറി ഡേവിസ് മഞ്ഞളി, പ്രോഗ്രാം കൺവീനർ ഡോളി ജോർജ്, ബിജു അവറാച്ചൻ, ജിൻസ് തെക്കിനേത്ത് ആന്റണി, ഷിബു PT, ജസ്റ്റിൻ ഡേവിസ്, ബിജുദാസ്, MM ചെറിയാൻ എന്നിവരെയും ചടങ്ങിൽ ആദരിച്ചു. വേദിയിൽ മുഖ്യ അതിഥിയായി പങ്കെടുത്ത TP ശ്രീനിവാസന് പ്രസിഡന്റ് പോളി പറമ്പിലും വിശിഷ്ടാതിഥി ദീപ ജോസഫിന് സെക്രട്ടറി ഡേവിസ് മഞ്ഞളിയും മെമന്റോ നൽകി പാൻ ബഹ്റിന്റെ ആദരവ് അറിയിച്ചു. 3 മണിക്കൂറോളം നീണ്ടുനിന്ന വാർഷികാഘോഷ പരിപാടി മനോഹരമായി അവതരിപ്പിച്ച മറീന ഫ്രാൻസിസിന് TP ശ്രീനിവാസൻ പാൻ ബഹ്റിന്റെ സ്നേഹോപഹാരം നൽകി. ചടങ്ങിൽ അഡ്വക്കേറ്റ് ദീപ ജോസഫിന്റെ ഡിവൈൻ ഗ്രിഡ് ദ പവർ ഓഫ് വിമൻസ് വിൽ എന്ന പുസ്തകം അതിഥികൾക്ക് കൈമാറിക്കൊണ്ട് പ്രകാശനം ചെയ്തു. കൂടാതെ പാൻ ബഹ്റിന്റെ 19ാമത് വാർഷികം വേദിയിൽ ഏവരും ചേർന്ന് കേക്ക് മുറിക്ക് ആഘോഷിച്ചു. KT ജോസ്, ഔസേപ്പച്ചൻ TV, പോളി പറമ്പി, ഡേവിസ് മഞ്ഞളി, ഫ്രാൻസിസ് കൈതാരത്ത്, ഡോളി ജോർജ്, മെമ്പർഷിപ്പ് സെക്രട്ടറി റെയ്സൻ വർഗീസ് എന്നിവർ ആശംസകൾ നേർന്നു സംസാരിച്ച ചടങ്ങിൽ ചാരിറ്റി കൺവീനർ ജിജോ ജോർജ് പാൻ ബഹ്റിൻ നടത്തുന്ന ചികിത്സാ സഹായം, പഠന സഹായം തുടങ്ങിയ ജീവകാരുണ്യ പ്രവർത്തനങ്ങളെക്കുറിച്ചും തങ്ങളുടെ ഭവന പദ്ധതിയിലെ 7ാമത്
ഭവനം അങ്കമാലിയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു നിർധന കുടുംബത്തിനായി നിർമ്മിക്കുകയാണെന്നും ഏവരുടെയും സഹായ സഹകരണം പ്രതീക്ഷിക്കുന്നതായും അറിയിച്ചു. പ്രോഗ്രാം കൺവീനർ ഡോളി ജോർജ് നന്ദി രേഖപ്പെടുത്തിയ ചടങ്ങിൽ ബഹ്റിനിലെ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളും പങ്കെടുത്തു. വയലിൻ സോളോ പെർഫോമൻസ്, ഡാൻസ് തുടങ്ങിയ വിവിധ കലാപരിപാടികൾ ചടങ്ങിന് മാറ്റുകൂട്ടി. BMC Sport News.